കൺസിസ്റ്റൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഡിജിറ്റൽ പ്രസൻസും നമ്മളെ സ്ട്രെങ്ത്തും നമ്മളെ ഒരു ബിസിനസ്സിൻ്റെ വിസിബിലിറ്റിയും ഒക്കെ ഇൻക്രീസ് ആവുന്നത് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും നമ്മളെല്ലാം സോഷ്യൽ മീഡിയാസിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ഇതേപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മളെ വെൽത്തും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പലർക്കും അറിയില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് SIP ആണ്. കാരണം ഞാനത് ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. SIPൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ FD ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഒന്നും വേണ്ട. വളരെ ചെറിയൊരു എമൗണ്ട് 100 രൂപയ്ക്ക് പോലും നിങ്ങൾക്ക് ഇന്ന് SIP സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കെങ്കിലും മിനിമം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. അത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളെ ബിസിനസ്സിനെ ഡിജിറ്റലി ഗ്രോ ചെയ്യാൻ സോഷ്യൽ മീഡിയാസിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നോ അതേപോലെ തന്നെ ഇതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അത് തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് നൽകും.